ഫെബ്രുവരി 25 വാഴ്ത്തപ്പെട്ട റാണി മരിയ രക്തസാക്ഷിണി 1954-95. ആര് ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ തയ്യാറാകുന്നുവോ അവർ ക്രിസ്തുവിനോടൊപ്പം ഉയർക്കും. ഏറെ ധീരത ആവശ്യമുള്ള ഒരു ജീവിതമാണ്. ധീരൻ ഒരു പ്രാവശ്യം മരിക്കും, ഭീരുവാകട്ടെ പല പ്രാവശ്യവും. ഇന്ന് തിരുനാൾ അനുസ്മരിക്കുന്ന വാഴ്ത്തപ്പെട്ട റാണി മരിയ എല്ലാവരും ഭയന്നു മാറി നിന്നിരുന്ന ചൂഷണ വ്യവസ്ഥയ്ക്കെതിരായി പോരാടി ജീവിതം സമർപ്പിച്ചവളാണ്. മിഷൻ പ്രവർത്തനത്തിനായി ലോകമെമ്പാടും ഭാരതത്തിൻ്റെ എല്ലാ ഓണാങ്കേറാമൂലയിലും സമർപ്പിതം തങ്ങളുടെ ആരോഗ്യവും ജീവിതവും സമർപ്പിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഏറെ ത്യാഗവും സമർപ്പണവും ആവശ്യമുള്ള ഒരു മേഖലയാണിത്. എന്നാൽ മിഷണറിമാരിൽ മിഷണറിയായി തീർന്നവളാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയ. വേണമെങ്കിൽ അവരിൽ പലരും ചെയ്തിരുന്നതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ, മുഖമില്ലാത്തവരുടെ മുഖമാകാതെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാതെ, കാഴ്ചയില്ലാത്തവരുടെ കാഴ്ചയാകാതെ, കേൾവിയില്ലാത്തവരുടെ കേൾവിയാകാതെ വെറും നാമമാത്ര ക്രിസ്ത്യാനിയായി അവൾക്കും ജീവിക്കാമായിരുന്നു. അവളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ശബ്ദവും കാഴ്ചയും കേൾവിയുമൊക്കെ ഉയർന്ന ജാതിക്കാരുടെ മാത്രം കുത്തകയായിരുന്നു. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന പേരിൽ ചിത്രീകരിച്ച അവളുടെ ജീവചരിത്രം സിനിമയിൽ പോലും അതിവർണ്ണനയുണ്ടെങ്കിലും അവഗണനപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാനും പ്രതികരിക്കാനും തുനിഞ്ഞതോടെ ഉന്നതകുല ജാതരായ ജന്മികളുടെ കണ്ണിൽ അവളൊരു കരടായി തീർന്നു. അവളുടെ സാന്നിധ്യത്തെയും ഇടപെടലിനെയും അവർ ഭയപ്പെട്ടു. അബലമായ സ്ത്രീയുടെ കരുത്തിൻ്റെ ബലം അവർ അവളിലൂടെ തിരിച്ചറിഞ്ഞു. അവൾ നിശബ്ദയായാൽ ഗ്രാമവും നിശബ്ദരാകും എന്ന തീരുമാനത്തിൽ സുധർമ്മൻ സിംഗ് എന്ന വാടകഗുണ്ടയെ അവർ ഏർപ്പാടാക്കി. വർഷങ്ങൾക്ക് ശേഷം വെക്കേഷന് സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ച് ബസ്സിൽ നിന്ന് വലിച്ചിറക്കി തലങ്ങും വിലങ്ങും 40-ലധികം ഗുരുതരമായ കുത്തുകളേറ്റ് യേശുവിൻ്റെ ആ മണവാട്ടി അവന് വേണ്ടി വീരരക്തസാക്ഷിത്വം വഹിച്ചു. ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. തൻ്റെ ഇളയ സഹോദരി നെൻമ മരിയയുടെ ഗുരുതരമായ കാൻസർ രോഗം അവളുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി യേശു സുഖമാക്കി. അവളുടെ ഘാതകനായ ക്രൂരനായ സുഖന്തൻ സിംഗ് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെടുകയും വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ വീട്ടിൽ ഇളയ മകനായി സ്വീകരിക്കപ്പെടുകയും ചെയ്തത് സമാനതകളില്ലാത്ത ഒരു മാനസാന്തര കഥയാണ്. ഓരോ കേരള ക്രിസ്ത്യാനിക്കും അഭിമാനിക്കാനും അനുകരിക്കാനും മിഷൻ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ സത്ത പകർന്നു തരാനും വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതം നമുക്ക് പ്രചോദനമാകുന്നു. ആദിമ നൂറ്റാണ്ടു മുതൽ ഇന്നുവരെ യേശുവിനെ അനുഗമിച്ചവർക്ക് പീഡനവും അവഹേളനവുമാണ് സമ്മാനമായി ലഭിക്കുക. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആകാൻ മതി. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വളർച്ചയും വളക്കൂറുള്ള മണ്ണും. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർക്കുന്നു എന്ന മുദ്രാവാക്യം ഏറ്റവും അനവർത്ഥമായത് ക്രിസ്തുമതത്തിലാണ്.